കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുക്കുന്ന ബിജെപി സംസ്ഥാന നേതൃയോഗം കൊച്ചിയിൽ നടക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളാണ് ചർച്ചയാവുക. മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റും വോട്ടർ പട്ടിക വിവാദവും മറികടക്കാനുള്ള തീരുമാനങ്ങളും ഈ ചർച്ചയിൽ ഉണ്ടാകുമെന്നുള്ള സൂചനകളുമുണ്ട്. അമൽ സുരേന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. അമൽ, പറയൂ, എവിടെ വരെയായി കാര്യങ്ങൾ? ഈ ചർച്ചകൾ തുടങ്ങിയോ? നേതൃയോഗം നടക്കുമ്പോൾ ആരെല്ലാം ആഭ്യന്തരമന്ത്രിക്കൊപ്പം പങ്കെടുക്കുന്നുണ്ട്? ബിജെപി സംസ്ഥാന അധ്യക്ഷനെ കാണുന്നുണ്ട്. പറയൂ കൂടുതൽ വിവരങ്ങൾ. അസ്മിത, അല്പസമയം മുൻപാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇവിടെ എത്തുകയും ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കുകയും യോഗം തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് രണ്ട് കേന്ദ്രമന്ത്രിമാർ അടക്കം യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മുരളീധരൻ, അതോടൊപ്പം സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ, പി കെ കൃഷ്ണദാസ്, അങ്ങനെ പ്രധാനപ്പെട്ട ബിജെപിയുടെ നേതാക്കളെല്ലാം ഇപ്പോൾ ഈ സംസ്ഥാന നേതൃയോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള വോട്ടർ പട്ടികയിലുള്ള ചർച്ചകളാണ് കൂടുതലും നടക്കുന്നത്. അതിൽ പ്രധാനമായും നമ്മൾ കാണേണ്ടത് ഈ ഒരു പുതിയ വോട്ടർ പട്ടിക, അതിൽ കൂടുതൽ വോട്ടുകൾ ചേർത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ബിജെപിയുടെ പ്രവർത്തകർക്ക് അമിത്ഷാ നേരിട്ട് തന്നെ ഒരു അനുമോദനം നൽകുന്നുണ്ടെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാവുന്നതാണ്, തൃശ്ശൂരിലടക്കം വോട്ട് ചോരി വിവാദങ്ങളെല്ലാം ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു അനുമോദനം ബിജെപിയുടെ നേതൃയോഗത്തിൽ തന്നെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഇന്ന് രാവിലെ ബി ഗോപാലകൃഷ്ണൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്, ഞങ്ങൾ ഇനിയും വോട്ട് ചേർക്കും, വീട്ടിൽ വന്നാൽ ജമ്മു കാശ്മീരിൽ നിന്ന് അടക്കം ആളുകളെ എത്തിച്ച് ഞങ്ങൾ ജയസാധ്യതയുള്ള ഇടങ്ങളിൽ വോട്ട് ചേർക്കും എന്നൊരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് ബി ഗോപാലകൃഷ്ണൻ നമ്മളോട് പ്രതികരിച്ചത്. മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ, അത് പ്രധാനമായും കേരളത്തിലെയും തമിഴ്നാട്ടിലെയും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ശക്തമായിട്ടുള്ള സാന്നിധ്യമായി ബിജെപി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ തുടർന്ന് വരുന്ന മാസങ്ങളിലെല്ലാം അമിത്ഷാ ഇപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും സന്ദർശനം നടത്തും, യോഗങ്ങൾ വിളിച്ചുകൂട്ടും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ വാർഡ് തലത്തിൽ വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ, പഞ്ചായത്തുകളിൽ, കോർപ്പറേഷനുകളെല്ലാം പ്രത്യേകമായിട്ടുള്ള ഒരു സംഘത്തെ രൂപീകരിക്കുകയും അതിനു വേണ്ടിയിട്ട് പ്രഭാരിമാരെ നിയോഗിക്കുകയും അവരെ അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ച പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്യുക തുടങ്ങിയ രീതിയിലുള്ള തീരുമാനങ്ങളും ഈ യോഗത്തിന്റെ ഭാഗമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ബിജെപിക്ക് അങ്ങേയറ്റം സ്വാധീനമുള്ള തൃശ്ശൂരിലെയും തിരുവനന്തപുരത്തെയും കോർപ്പറേഷനുകളിൽ കൂടുതൽ ശക്തമായിട്ട് സാന്നിധ്യമായിട്ട് ബിജെപിയെ വളർത്തിക്കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള പലതരത്തിലുള്ള നിർദ്ദേശങ്ങളും ഈ യോഗത്തിന്റെ ഭാഗമായി ഉയർന്നു കേൾക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ലവ് ജിഹാദ് അടക്കമുള്ള പ്രശ്നങ്ങൾ, കോതമംഗലത്തെയും കൊട്ടാരക്കരയിലെയും പ്രശ്നങ്ങൾ ഒരു പ്രതിരോധ രാഷ്ട്രീയമായിട്ട്, അല്ലെങ്കിൽ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്ക് നേരെ ഉണ്ടായിരുന്ന ആക്രമണത്തിന് ബദലായിട്ട് ഒരു രാഷ്ട്രീയ പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ചർച്ച കോർ കമ്മിറ്റിയിൽ തന്നെ ഉയർന്നതാണ്. കോർ കമ്മിറ്റിയിൽ ഉയർന്ന പലതരത്തിലുള്ള വിമർശനങ്ങളുണ്ട്. ആ വിമർശനങ്ങൾ ദേശീയ നേതൃത്വത്തിന്റെ മുൻപാകെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാം അമിത്ഷാ ഇന്ന് നേതാക്കളോടും പ്രവർത്തകരോടും എല്ലാം കൃത്യമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം നൽകുന്നതാണ് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും പലതരത്തിലുള്ള വിമർശനങ്ങൾ പല നേതാക്കൾക്കെതിരെയും പല വിഷയങ്ങളിലും ഉണ്ടായിരുന്നു. അത് പ്രധാനപ്പെട്ടത് കന്യാസ്ത്രീകൾക്ക് എതിരെയായി ഉണ്ടായിരുന്ന ചില വിവാദങ്ങൾ, അല്ലെങ്കിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ചില ആവേശം കൂടിപ്പോയി, പാർട്ടിയിലെ ചില പ്രവർത്തകർക്ക്, നേതാക്കന്മാർക്ക് ചില ആവേശം കൂടിപ്പോയി ഒരു വിമർശനം ഉണ്ടായിരുന്നു. അതിൽ അടക്കം ഇന്ന് അമിത്ഷായുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രസ്താവന ഉണ്ടാകുമോ, നേതാക്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകുമോ എന്നാണ് പൊതുവെ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനമായും നമ്മൾ കാണേണ്ടത് തെരഞ്ഞെടുപ്പുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടിട്ടുള്ള ഒരു നേതൃയോഗമാണ്. അതിന് മേലുള്ള ഒരു ചർച്ചയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അമൽ സുരേന്ദ്രനാണ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ചേർന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുക്കുന്ന ബിജെപി സംസ്ഥാന നേതൃയോഗം, അതിൽ കേന്ദ്രമന്ത്രിമാരുണ്ട്, ബിജെപി സംസ്ഥാന അധ്യക്ഷനുണ്ട്, കെ സുരേന്ദ്രൻ, വി മുരളീധരൻ തുടങ്ങിയ നേതാക്കൾ എല്ലാവരും തന്നെയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് അതിൽ ഏത് രീതിയിലാകണം പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ, അത്തരം കാര്യങ്ങൾ ഏകോപിപ്പിക്കുക, പാർട്ടിയിൽ ചില കാര്യങ്ങളിലുണ്ടായ എടുത്തുചാട്ടം, ചില നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ, അതെല്ലാം പരിശോധിക്കുന്നുണ്ട്. ആത്മവിമർശനവും അവിടെ സ്വയം വിമർശനവും നടക്കുന്നുണ്ട്. തിരുത്തലുകളെല്ലാം ഉൾപ്പെടെയാകും അടുത്ത നിമിഷങ്ങളിലേക്ക് ഈ നേതൃചർച്ച പുരോഗമിക്കുക. അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.